ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം ചോദിക്കാം. ഈശോയെ ഏകകർത്താവും ദൈവവുമായി ഹൃദയത്തിൽ ഏറ്റുപറയുന്നതിനും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഈശോയെ അനുഗമിക്കുന്നതിനും ഞങ്ങൾക്ക് വേണ്ടത്ര ശക്തിയും ധൈര്യവും ബലവും സന്മനസ്സും നൽകുന്നത് അങ്ങാണല്ലോ. എത്രയും പരിശുദ്ധ ആത്മാവേ, എൻ്റെ ഉള്ളിൽ അവിടുന്ന് എഴുന്നള്ളി വരികയും എന്നെ ദൈവവചനം അനുസരിക്കുന്നതിനും ഈശോയെ ഹൃദയപൂർവ്വം അനുഗമിക്കുന്നതിനും അങ്ങനെ പിതാവിനെ എൻ്റെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുന്നതിനും ശക്തനാക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രാർത്ഥനയുടെ ഉദ്ദേശത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ പല രീതികളിൽ പ്രാർത്ഥിക്കുന്നവരാണ്. നന്ദി പ്രകാശനമായിട്ടും സ്തോത്രഗീതമായിട്ടും ആരാധനയായിട്ടും അതുപോലെ പല വിധത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ രൂപാന്തരപ്പെടുത്താറുമുണ്ട്. എന്നാൽ എന്തുദ്ദേശത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അഥവാ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ തിരുമുൻപിൽ അവിടുത്തെ ആഗ്രഹം, നമ്മുടെ പ്രാർത്ഥനകളെ കുറിച്ചുള്ള അവിടുത്തെ വിചാരം എന്താണ് എന്നുള്ളത് കൂടെ നമ്മളൊന്ന് പരിഗണിക്കേണ്ടതാണ്. വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നത് പോലെ പ്രാർത്ഥന ദൈവത്തോടുള്ള സംസാരമാണ്. പ്രാർത്ഥന നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പിലേക്ക് ഉയർത്തുന്നതാണ്. പ്രാർത്ഥന നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ്. പ്രാർത്ഥന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കാനുള്ള ഒരു ചവിട്ടുപിടി ആയുധം. പല വിധത്തിൽ നമുക്ക് പറയാം. നമുക്ക് അഭിഷേകം തരുന്ന ഒന്നാണ്, ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്, ദൈവഹിതം മനസ്സിലാക്കാൻ തുറവി നൽകുന്ന ഒന്നാണ്. പല വിധത്തിൽ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുന്നതിനോ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിനോ പ്രാർത്ഥന നമ്മെ പര്യാപ്തമാക്കുന്നു. ശരിയാണത്, നമ്മെ അതിനായി ഒരുക്കുന്നു. ഈ ലോക ജീവിതത്തിൽ തിരുസഭയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തിരുസഭയുടെ ഏക ലക്ഷ്യം ഓരോ മനുഷ്യാത്മാക്കളെയും, തന്നിൽ അംഗങ്ങളായിരിക്കുന്ന ഓരോ മനുഷ്യാത്മാക്കളെയും സ്പഷ്ടമായി അഥവാ വളരെ കൃത്യമായി തെറ്റുകൂടാതെ തിരുസഭയുടെ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ച് ത്രിത്വത്തോടുള്ള ഏക കൂട്ടായ്മയിൽ എത്തിച്ചേരുക അഥവാ ഏക ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരുസഭയിൽ നമ്മൾ ദൈവത്തിന്റെ തിരുമനസ്സിനനുസരിച്ച് ലിറ്റർജി ആഘോഷിക്കുന്നത്. അത് വിട്ടാൽ തിരുസഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളല്ല, അതിന് രണ്ടാം സ്ഥാനമാണുള്ളത്. ഒന്നാമത്തെ ആഗ്രഹം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി അഥവാ നമ്മിൽ ദൈവത്തിന്റെ തിരുമനസ്സാണ്. ഇതാണ് നമ്മൾ ഈശോയിൽ കാണുന്നതും മാതാവിൽ കാണുന്നതും അപ്പസ്തോലന്മാരും ഒക്കെ നമുക്ക് നൽകുന്ന വിശുദ്ധ മാതൃക. വിശുദ്ധ പാരമ്പര്യം എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയുടെ തിരുമനസ്സിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിനും പരിശുദ്ധാത്മാവ് നമ്മിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങളോട് സദാസമയം തുറവിയും സഹകരണവും സ്നേഹ അനുസരണവുമുള്ള ഒരാളായിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. തിരുസഭയുടെ ആരാധനകളിലൊക്കെ ഈശോ നമ്മെ പൂർണ്ണരാക്കാൻ വേണ്ടി അവിടുത്തെ ഹിതം നമ്മിൽ നിർവഹിക്കുകയാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും നമ്മൾ ദൈവ തിരുമുൻപിലേക്ക് നമ്മുടെ നിയോഗങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ തിരുമനസ്സിലേക്ക് നോക്കുന്നില്ല എന്നുള്ള ഒരു വലിയ അപാകത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു വലിയ കുറവ് തന്നെയാണ്. കാരണം നമുക്കറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് എന്നിരിക്കട്ടെ. ആ ബന്ധം നമ്മൾ തമ്മിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാത്രം സംസാരിച്ചിട്ടോ നിങ്ങൾ എന്നോട് മാത്രം സംസാരിച്ചിട്ടോ കാര്യമില്ല. തീർച്ചയായും നമ്മൾ ഇരുവരും ഹൃദയം തുറന്ന് സംസാരിക്കണം. ഹൃദയം തുറന്ന് സംസാരിക്കുകയും പരസ്പരമുള്ള ഇഷ്ടങ്ങൾ മനസ്സിലാക്കുകയും അവയോട് കൃത്യമായി തുറവിയുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം വളരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ നയിക്കുന്ന ആദ്യ പടികളാണ്. ഈ നിലയിൽ നമ്മുടെ പ്രാർത്ഥനകളുടെ പ്രഥമമായ ഉദ്ദേശം, ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തിരുമനസ്സിനോടുള്ള തുറവിയാകണം. കാരണം നമ്മൾ ഈശോയുടെ ജീവിതം എടുത്താൽ ഈശോയാണ് പിതാവിന്റെ മുമ്പിൽ നമുക്ക് ഏറ്റവും വ്യക്തമായ മാതൃകയും വഴിയും. ഈശോയെ പോലെ നമ്മൾ ആയിത്തീരണം എന്നുള്ളതാണ് പിതാവായ ദൈവത്തിന്റെ ആഗ്രഹവും. ഗത്സമൻ തോട്ടത്തിലിരിക്കുമ്പോഴും മറ്റെപ്പോഴും
ഈശോ നമുക്ക് കാട്ടിത്തരുന്ന ഒരു മാതൃക എന്ന് പറയുന്നത്, ആദ്യമേ ഈശോയുടെ ആഗ്രഹങ്ങളും അഭ്യർത്ഥനകളൊക്കെ പിതാവിന് മുമ്പിൽ ഉയർത്തുന്നുണ്ട്. എന്നാൽ അവസാനം ഒരു ശ്രേഷ്ഠമായ കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് നമുക്കൊന്ന് നോക്കാം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഈശോയുമായി എന്ത് ബന്ധമാണുള്ളത്? നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഈശോയുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളോട് എന്ത് ഒരു ഐക്യമാണുള്ളത്? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ നിയോഗങ്ങളൊക്കെ ഒരു തൊഴിലാളിയെ പോലെ ദൈവത്തെ കൊണ്ട് പൂർണ്ണമാക്കാനുള്ള തത്രപ്പാടാണോ? അതോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തോടാണ് എന്നുള്ള ഒരു സുബോധത്തോടെ, കർത്താവെ, എൻ്റെ ആഗ്രഹങ്ങളും അർത്ഥനയും ഇതെല്ലാമാണ്, നിന്റെ തിരുമനസ് എൻ്റെ ഈ നിയോഗങ്ങളിൽ എന്താണ്? ഞാൻ എങ്ങനെയാണ് എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ എൻ്റെ ഈ ആവശ്യങ്ങളിൽ നിന്റെ തിരുമനസ്സിനോട് സഹകരിക്കേണ്ടത്? എന്തൊരു ശുദ്ധീകരണമാണ് അങ്ങ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഞാൻ എവിടെയെല്ലാമാണ് എളിമപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു? നമ്മുടെ പ്രാർത്ഥനകൾ നമ്മെ പരിപൂർണമാക്കുന്നത് ആ കാര്യം കൂടെ നമ്മൾ ദൈവസന്നിധിയിൽ ശ്രദ്ധയോടെ പൂർണ്ണമാക്കുമ്പോഴാണ്. ഒരു കോൺവെർസേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ, ഞാൻ വെറുതെ നിങ്ങളോട് പറഞ്ഞാൽ അതൊരു കോൺവെർസേഷൻ ആകില്ല. നമ്മൾ ഇരുവരും സംസാരിക്കണം, ഇരുവരും കേൾക്കണം. അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ രൂപപ്പെടുത്തേണ്ട ഒരു ക്ഷമ, ഒരു സഹകരണം, അല്പം കാത്തിരിക്കാനുള്ള മനസ്സ് എന്ന് പറയുന്നത്, ഈശോയോട് നമ്മുടെ കാര്യങ്ങൾ ഒരു നിയോഗം പോലെ പറയുന്നതിനൊപ്പം, ഈശോയെ, ഞാൻ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൽ അങ്ങ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എൻ്റെ ആഗ്രഹത്തിന് നേരെ വിപരീതമായ ഒന്നാണെങ്കിൽ കൂടെ, എൻ്റെ ആഗ്രഹം ആണെങ്കിൽ ഇനി ഇവയൊന്നുമല്ല, കുറേയൊക്കെ കഴിയുമ്പോഴാണ് എൻ്റെ ആഗ്രഹങ്ങളെ അങ്ങ് പരിഗണിക്കാനിരിക്കുന്നതെങ്കിലും ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങ് എന്ത് ആഗ്രഹമാണോ എന്നെ കരുതുന്നത്, എങ്ങനെയാണോ എന്നെക്കുറിച്ച് അവിടുന്ന് വിചാരിക്കുന്നത്, അങ്ങയുടെ തിരുവിഷ്ടം എന്നിൽ നിറവേറട്ടെ. കാരണം നമ്മൾ ജെറമിയായുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിന്റെ നാശത്തിനല്ല അതൊരിക്കലും, നമ്മുടെ ക്ഷേമത്തിനാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന നമ്മിൽ ദൈവത്തിൻ്റെ ക്ഷേമകരമായ ഒരു പദ്ധതി പലപ്പോഴും വെളിവാകുന്നില്ല. ഇതിന് കാരണം ദൈവത്തിന് പദ്ധതി ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നമുക്ക് ആ പദ്ധതി എന്താണ് എന്ന് മനസ്സിലാകുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ തിരുമനസ്സിനോട് ഒരു കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ടാണ്. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് മാതാപിതാക്കന്മാർക്ക് പലപ്പോഴും അറിയാം. എന്നാൽ മാതാപിതാക്കന്മാരുടെ ഹൃദയത്തോട് തുറവിയില്ലാത്ത, സഹകരണമില്ലാത്ത ഏത് മക്കൾക്കാണ് മാതാപിതാക്കന്മാർ വേഗത്തിൽ നല്ല ദാനങ്ങൾ നൽകിയിട്ടുള്ളത്? ദൈവം തീർച്ചയായും നമ്മേക്കാൾ വലിയവനും പരിശുദ്ധനുമാണ്. അവിടുന്ന് ഒരിക്കലും തിന്നില്ല. നമ്മെപ്പോലെ നമ്മുടെ നീതി അനുസരിച്ച് വർത്തിക്കുന്ന ആളുമല്ല അവിടുന്ന്. തീർച്ചയായും അവിടുത്തെ കാരുണ്യം നമ്മേക്കാൾ വലുതാണ്. എന്നിരുന്നാൽ കൂടെ നമ്മിൽ അവിടുത്തെ പദ്ധതി പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് അവിടുത്തെ പദ്ധതിയോടൊരു തുറവിയുണ്ടാകണം. കേവലം ഏതോ ചില സമയങ്ങളിൽ മാത്രമല്ല ഈ തുറവിയുണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ സദാസമയം, അനുനിമിഷം നമ്മോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്ന ഏതൊരു കാര്യത്തിലും നമുക്ക് തുറവിയുണ്ടാകണം. അത് കിടന്നുറങ്ങാൻ പറഞ്ഞാലും, ജോലി ചെയ്യാൻ പറഞ്ഞാലും, പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും, ഉള്ളത് ദാനം ചെയ്യാൻ പറഞ്ഞാലും, നിശബ്ദനായിരിക്കാൻ പറഞ്ഞാലും, എഴുന്നേറ്റ് പ്രഘോഷിക്കാൻ പറഞ്ഞാലും, എന്ത് കാര്യത്തിലും പരിശുദ്ധാത്മാവിന് നമ്മെ സുതാര്യമായി ഉപയോഗിക്കാനും ദൈവരാജ്യത്തിന് നമ്മുടെ നന്മയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയായി തീരാനും പരിശുദ്ധാത്മാവിനോട് നമ്മൾ സഹകരിക്കണം. അപ്പോൾ ഈശോ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സംജാതമാകും. ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു. സഭ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് സമ്പൂർണമായ പ്രാർത്ഥന എന്നാണ്. കാരണം ഒരു മനുഷ്യാത്മാവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ പ്രാർത്ഥന കൊണ്ട് പൂർണ്ണമാകാത്ത ഒരു മേഖലയോ ആവശ്യമോ ആഗ്രഹമോ ഇല്ല. അത്യാഗ്രഹം ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പക്ഷേ പുറത്തായിരിക്കാം, എന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പ്രാർത്ഥന പൂർണ്ണമാക്കുന്നു.
ഈശോ ആ പ്രാർത്ഥന അപ്പസ്തോലന്മാരെ പഠിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ അവിടുന്ന് ഉപയോഗിച്ച 2 വാക്യങ്ങൾ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. 2 കാര്യങ്ങളാണ്. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ, രണ്ടാമത്തേത് ഭൂമിയിൽ അഥവാ പ്രാർത്ഥിക്കുന്ന എന്നിൽ, എൻ്റെ ആവശ്യങ്ങളിൽ, എൻ്റെ ഇഷ്ടങ്ങളിൽ നിറവേറണം. സ്വർഗം ദൈവമായിരിക്കുന്ന സ്ഥലമാണ്. അല്ലാതെ സ്വർഗം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ദൈവം ചെന്ന് ഇരിക്കുകയല്ല. ദൈവം എവിടെയാണോ അവിടെയാണ് സ്വർഗം. സ്വർഗത്തെ സ്വർഗമാക്കി മാറ്റുന്നത് ദൈവമാണ്. ഈ നിലയിൽ ദൈവത്തിൻ്റെ തിരുമനസ് പരിപൂർണമായി എപ്പോഴും സംഭവിക്കുന്നത് കൊണ്ടാണ് സ്വർഗം സ്വർഗമായി തുടരുന്നത്. അതേപോലെ നമ്മിലും ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറുകയാണെങ്കിൽ തീർച്ചയായും നമ്മളും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളും ത്രിത്വം വസിക്കുന്ന സ്വർഗമായി തീരും. അപ്പം അതിന് ഈശോ പറഞ്ഞ ഒരു കണ്ടീഷൻ ഇതാണ്: ദൈവപിതാവിൻ്റെ മനസ്സ് എന്നിൽ, നമ്മിൽ, സഭയിൽ, ലോകത്തിൽ സംജാതമാകണം. അപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ ഈശോ എപ്പോഴും ആവശ്യപ്പെടുന്നൊരു കാര്യം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം. പക്ഷെ അതിനൊപ്പം ഏറ്റവും പ്രധാനമായി, വളരെ പ്രധാനമായി അങ്ങയുടെ തിരുമനസ് എന്നിൽ നിറവേറണം. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഈ ആഗ്രഹം, ഇന്ന നിയോഗം അങ്ങ് സാധിച്ചു തരണം. എന്നാൽ ഈശോയെ, ഞാൻ അങ്ങോട് പറയുന്നു, എൻ്റെ ആഗ്രഹത്തേക്കാൾ എപ്പോഴും എനിക്ക് നന്മയായ നിന്റെ തിരുമനസ് എന്നിൽ നിറവേറട്ടെ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാനും അങ്ങനെ നമുക്ക് സമർപ്പിക്കാനും. ഒരു വേള നമ്മുടെ ആഗ്രഹത്തിന് നേരെ വിപരീതമായ ഒന്നാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ പോലും ക്ഷമയോടെ കർത്താവിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവിടുന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന ഒരു സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ആ പ്രാർത്ഥന പൂർണ്ണമാകുന്നത്. കേവലം നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ഉച്ചരിച്ച ഒരു പ്രാർത്ഥന പൂർണ്ണമാകുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കാര്യങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കൂടെയാണ്. അപ്പം അതുകൊണ്ട് ക്ഷമയോടെ കർത്താവിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാനും നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും ഹൃദയപൂർവ്വം തിരുത്താനും നമുക്കിടയാകട്ടെ. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തെ ഒരു തൊഴിലാളിയെ പോലെ നിങ്ങൾ പരിഗണിക്കരുത്. കാരണം ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. നിങ്ങൾ എന്നോട് 1-2 കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്നോടൊരു കൂട്ടായ്മ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം സ്ഥിരമായി എങ്ങനെയാണ് എന്നേക്കും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ കഴിയുക? ഒരിക്കലും സാധ്യമല്ലത്. അപ്പം നമ്മൾ ഈ സമയങ്ങളിൽ ഈ ഭൂമിയിൽ സഭയിലൂടെ യാത്ര ചെയ്യുന്നത്, പരിശീലിക്കപ്പെടുന്നത് ത്രിത്വത്തോടുള്ള സജീവമായ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏതോ ചില കാര്യങ്ങളിൽ മാത്രമുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടല്ല, സമ്പൂർണമായ കൂട്ടായ്മ ത്രിത്വത്തോടു കൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകളിലെങ്കിലും ദൈവത്തിൻ്റെ തിരുമനസ്സിനോടുള്ള ഒരു തുറന്ന ഹൃദയഭാവം നമുക്കുണ്ടാവണം. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളിലും പ്രവൃത്തികളിലും ഒന്നും അത് വരുന്നില്ല. എന്നാൽ പോലും ആദ്യ പടി എന്ന നിലയിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ തിരുമനസ്സിനോടുള്ള തുറവി എന്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ പിതാവായ സ്നേഹനിധിയായ കരുണാമയനായ കർത്താവിന് മുമ്പിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തും പ്രാർത്ഥിക്കാൻ. പക്ഷേ ദൈവത്തിൻ്റെ ഒരാഗ്രഹമുണ്ട്, അവസാനം ഇവൻ എൻ്റെ മനസ്സറിഞ്ഞിരുന്നെങ്കിൽ. ധൂർത്തപുത്രനെ വീട്ടിൽ നിന്ന് തൻ്റെ സമ്പത്തെല്ലാം നൽകി പറഞ്ഞയച്ചതിന് ശേഷം കുറേ സമയങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചു വന്ന് എല്ലാ സജ്ജീകരണങ്ങളോടുകൂടെ അവൻ്റെ വരവ് ആഘോഷിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന മൂത്ത മകൻ പറയുന്ന ഒരു വാക്ക് നമ്മൾ കേൾക്കുന്നതാണ്: പിതാവേ, എനിക്ക് ഇതുവരെയും ഒന്നും അങ്ങ് തന്നില്ല. വാസ്തവത്തിൽ ഇവിടെ പിതാവിൻ്റെ മനസ്സ് ഇത്രയും സമയം അടുത്തിരുന്നിട്ടും അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുറവ് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുന്നു.
ആ കുറവാണ് അവർ തമ്മിലുള്ള അന്തരം. ഇതുപോലെ ഈ ഭൂമിയിൽ തിരുസഭയിലൂടെ നമ്മൾ സകല കൂദാശകളുടെയും മധ്യേ പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ആധ്യാത്മികതയിൽ പരിശുദ്ധ ത്രിത്വത്തോട്, നമ്മുടെ ഏക സത്യദൈവമായ ഈശോ മിശിഹായോടും അവിടുത്തെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ട് ഈ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ അവിടുത്തെ ഹൃദയം അറിഞ്ഞ് നമുക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിലുള്ള നഷ്ടം എന്തായിരിക്കും? ഇതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് വളരെ എളിമയോടെ തിരുത്താം. ജീവിക്കുന്ന ദൈവത്തിന് മുൻപിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, വ്യർത്ഥാഭിമാനങ്ങൾക്ക്, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ഒരു പരിധി വെച്ചിട്ടെങ്കിലും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു പോയി. കർത്താവേ, എൻ്റെ ആഗ്രഹം നടത്തി തരണം, എൻ്റെ ആഗ്രഹം മാത്രം, അത് മാത്രം, നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നെവർ മൈൻഡ്, അതെൻ്റെ വിഷയമല്ല, അത് നിൻ്റെ വിഷയമാണ് എന്നുള്ള നിലയിലായി നമ്മുടെ പ്രാർത്ഥനകളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. നമ്മുടെ ഓർമ്മയിലൊന്നും വരണമെന്നില്ല. പക്ഷെ എന്നാലും ദിവസത്തിൽ 10 തവണ പ്രാർത്ഥിച്ചാൽ അതിലൊരു 3 തവണയെങ്കിലും കർത്താവേ, ഇവയിലെല്ലാം എൻ്റെ ആഗ്രഹമല്ല, അങ്ങയുടെ തിരുവിഷ്ടം നിറവേറട്ടെ, അതിനോട് ഞാൻ പൂർണ്ണമായി തുറവിയുള്ളവനാണ്, അങ്ങനെ എന്നെ നീ നിന്നെ പോലെ ആക്കി തീർക്കുകയും ഈ ഭൂമി എന്നിലൂടെ സ്വർഗമായി തീരുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ ഈശോയുടെ മനസ്സിന് കൂടെ ഒരു സ്ഥാനം നൽകുന്നതായി തീരണം. നമ്മൾ നമ്മുടെ മക്കളെ അത് പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മൾ നമ്മുടെ കൂട്ടുകാരെ അത് പറഞ്ഞ് പഠിപ്പിക്കണം. കാരണം യജമാനനോടുള്ള കൂട്ടായ്മയാണ് തൻ്റെ ഭൃത്യന് സൗഭാഗ്യം നൽകി തരിക. മാതാപിതാക്കന്മാരോടുള്ള കൂട്ടായ്മയാണ് മക്കളുടെ ഭാവിയെ അനുഗ്രഹിക്കുക. ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് നമ്മുടെ നിത്യജീവൻ നമ്മിൽ ഉറപ്പിച്ചു നിർത്തുക. ഈശോ ഏറ്റവും ഉചിതമായി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ തിരുമനസ് നമ്മിൽ പൂർണ്ണമായി നിറവേറ്റാനുള്ള ഒരു തുറവി നേടിയെടുക്കാൻ നമ്മെ തൻ്റെ ആത്മാവിലൂടെ സഹായിക്കട്ടെ. അങ്ങനെ എപ്പോഴും സഭയിൽ നമ്മൾ ജീവിക്കുകയും കുദാശ ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തിരുസഭയിൽ നമ്മിലെല്ലാവരിലൂടെ പരിശുദ്ധ ത്രിത്വം പിതാവായ ദൈവം മഹത്വപ്പെടാൻ ഇടയാകട്ടെ. ആമേൻ.